നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ റോഡ് ട്രിപ്പ് തുടരുകയാണ്. ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് തായ്ലൻഡിലാണ്. തായ്ലൻഡിലൂടെ നമ്മൾ 10 ദിവസം വാഹനം ഓടിച്ച് കാണാനുള്ള പരിപാടിയുമായിട്ട് ഇന്നിപ്പോൾ 5-ാം ദിവസം നിൽക്കുന്നത് സുഖോത്തായ് എന്ന സ്ഥലത്താണ്. ഇന്നലെ വൈകിയാണ് ഇവിടെ വന്നത്. ഇന്ന് ഇവിടുന്ന് രാവിലെ പോവുകയുമാണ്. തിരിച്ചു വരുന്ന വഴി വീണ്ടും സുഖോത്തായിൽ ഒരു ദിവസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ കാഴ്ചകളൊന്നും കാണാൻ പോയില്ല. ഇന്നലെ നമ്മൾ പോകുന്നത് തായ്ലൻഡിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാവുന്ന ചിയാങ് മായിലേക്കാണ്. ചിയാങ് മായ് മനോഹരമായ സ്ഥലമാണ്. നമ്മൾ കാഞ്ചനപുരിയിൽ കണ്ടതുപോലെ കാടുകളും മലകളും ഒക്കെയുള്ള ഒരു മനോഹരമായ സ്ഥലം തന്നെയല്ല. അവിടെയാണ് തായ്ലൻഡിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് ഉള്ളത്. അവിടെ വരെ വാഹനത്തിൽ എത്താമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മലനിരകളൊക്കെ കാണാം. ഈ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അധികം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാസ്കുകൾ, അങ്ങനെ പല കാര്യങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലവുമാണ് ചിയാങ് മായ്. ചിയാങ് മായിൽ നിന്ന് നമ്മൾ ചിയാങ് റായ് എന്ന മ്യാൻമാർ ബോർഡറിലേക്കാണ് പോവുക. അങ്ങനെ ഇന്നിപ്പോൾ 631 കിലോമീറ്റർ നീണ്ട യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ നേരത്തെ ഇപ്പോൾ 6:45 രാവിലെ ആ സമയത്ത് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് കയ്യിലെടുത്തു, അതിനുവേണ്ടി സമയം കളയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും റെഡിയായി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി യാത്രയിലുള്ള കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നപ്പോൾ ഒരു മഴ ദിവസമാണെന്ന് തോന്നുന്നു. രാവിലെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ല ദൂരം ഓടാനുമുണ്ട്. 650 കിലോമീറ്ററോളം ഓടാനുണ്ട്. അപ്പോൾ രാവിലെ ഐശ്വര്യമായിട്ട് ഒരു കൺവേർട്ടബിൾ SLK 200 കണ്ടുകൊണ്ട് കയറാം. നല്ല ഭംഗിയുണ്ട്. വേറെ രസത്തെ ഇവിടുത്തെ റോഡുകളൊക്കെ ഗംഭീരമായതുകൊണ്ട് നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ ഓടിക്കാൻ രസമായിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഒരു കൺവേർട്ടബിൾ. പക്ഷേ നമ്മൾ കൊച്ചിയിലെ റോഡിലൊക്കെ തിരക്ക് കാരണമൊന്നും കാലെടുത്തൊന്നും ഓടിക്കാൻ പോലും പറ്റില്ല. ഇത് നമുക്ക് തകർപ്പനായിട്ട് ഓടിച്ചു നടക്കാം. എന്തായാലും ഐശ്വര്യമായിട്ട് SLK കണ്ടുകൊണ്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ചേട്ടനെല്ലാം ക്ലീനൊക്കെ ചെയ്ത്, മെക്കാനിക്കാണെല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഭംഗിയാക്കുന്നു. പുള്ളി ഇന്നലെ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്ക് എല്ലാ വണ്ടികളുടെയും കാറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കാറ്റ് കുറവുള്ളതെല്ലാം എയറൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യും. അതിനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരാളെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു മെക്കാനിക്ക് കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ എല്ലായിടത്തും ടയർ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. തന്നെ ഇതൊരു മൊത്തത്തിലൊരു സിറ്റി എന്ന് പറയാം. അല്ലാതെ വലിയ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ പോലും വെൽ ഡെവലപ്ഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആവശ്യമില്ല. എങ്കിലും നമ്മൾ എന്തെങ്കിലും ആവശ്യം, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇരിക്കട്ടെ ഒരു മെക്കാനിക്ക് എന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ സുഖോത്തായ് സിറ്റിയിലൂടെ കടന്നു പോവാണ്. സുഖോത്തായ് പഴയ ഒരു രാജ കുടുംബത്തിൻ്റെ ഒരു മെയിൻ സ്ഥലമായിരുന്നു. പല ഡൈനാസ്റ്റികൾ ഇവിടെ ഭരിച്ചതിൽ ഒരു ഡൈനാസ്റ്റിയുടെ ഒരു തലസ്ഥാനമായിരുന്നു സുഖോത്തായ്. അവിടെ പഴയ ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. പഴയ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നു. എല്ലാം എന്താ പറയുക, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ്. വലിയ ഹൈവേയും ഒരു സിറ്റിക്കകത്തുള്ള റോഡ് പോലും വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴക്കാറിലെങ്ങനെ മഴയത്തെങ്ങനെ തായ്ലൻഡിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന കാര്യം. ഇവിടെയൊക്കെ ഈ ലൈറ്റുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നേരം പര വെളുത്ത് വരുന്നുള്ളൂ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത്, സ്കൂട്ടറിലൊക്കെ അമ്മ കുഞ്ഞിനെ വിടാൻ പോകുന്നു. നമ്മളിപ്പോൾ ഇതുവരെ സഞ്ചരിച്ചതിൽ ഏറ്റവും രസമുള്ളൊരു റൂട്ടിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. ഇത് ശരിക്കും ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ചിയാങ് മായിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ സിറ്റി ലിമിറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സിറ്റിയായി കാണുന്നു കേട്ടോ. സിറ്റി ലിമിറ്റ് ഒരു കുഞ്ഞ് നല്ല രസമുള്ള ഗ്രാമകാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല മല, എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലനിരകളൊക്കെ ഉണ്ട്. രാവിലെ കുശലം പറഞ്ഞു നിൽക്കുന്ന ചേച്ചിമാർ, വീട്ടമ്മമാർ. നമ്മുടെ വയനാട്ടിലൊക്കെ പോലെ ഏറുമാടമൊക്കെ ഉണ്ടോ? നടുക്ക് പാടത്തിൻ്റെ നടുക്ക് ഏറുമാടം പോലെയൊക്കെ
അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊതി കെട്ടി കൊണ്ടുവന്നതാണല്ലോ, അതിൻ്റെ കൂടെ ചായ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. അതെ, അങ്ങനെയുള്ള കഫേ നമ്മൾ ഫ്ലാഗ് ഓഫിൻ്റെ കൊടിയൊക്കെ പിടിച്ച് മറ്റേ നാട്ടിൽ മറ്റേ ഹോട്ടലിൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുകയല്ലേ, അങ്ങനെ കാണിച്ച് അതാണ് ഞാനത് അത് ഇവിടെ തുടങ്ങിയ. ഹലോ മിസ്റ്റർ ഹലോ ഹവയോ. വാ, നമുക്കിവിടെ ദോശ ചട്നി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ആടണോ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അടിപൊളി ഹോട്ടല്. നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഒരു വീടിന് മുന്നിലാണ് ഹോട്ടൽ, അവരുടെ തന്നെ ഹോട്ടലാണെന്ന് തോന്നുന്നത്. നല്ല രസമല്ലേ വീട് കാണാൻ, ഫുൾ തടിയിലുണ്ടാക്കിയിരിക്കുന്നത്. ആ ജനലിൻ്റെയൊക്കെ രീതിയൊക്കെ കണ്ട രസമുണ്ട്. തന്നെയല്ല ഇവർ പലപ്പോഴും ഇങ്ങനെ ഈ തൂണിൻ്റെ മുകളിൽ വീട് വെച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം നന്നായിട്ട് യൂസ് ചെയ്യും. അവിടെ വണ്ടി ഇടൽ മാത്രമല്ല, അവിടെ ആയിരിക്കും വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ താഴെ ചെയ്യും. അപ്പോൾ എല്ലാ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ ഇവിടെ കാണുന്ന തടി കൊണ്ടുള്ള വീട് കണ്ടോ, ഇത് റെഡിമെയ്ഡാണ്. റെഡിമെയ്ഡെന്ന് വെച്ചാൽ നമ്മളിപ്പം പട്ടയക്കൊക്കെ പോകുമ്പോൾ കാണാം റോഡ് സൈഡിൽ ഇതിങ്ങനെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതാണ് വലിയ മൈതാനത്ത്. നമുക്ക് ഇതേപടി തന്നെ വാങ്ങിക്കാം. ഇതേപോലെ അവർ ഡിസ്മാൻഡിൽ ചെയ്ത് തരും. നാട്ടിൽ കൊണ്ടുപോയി ആശാരിയെ വെച്ച് പണിയിപ്പിച്ചാൽ മതി. നമ്മുടെ സുഹൃത്ത് കോഴിക്കോടുള്ള ജയൻ ബിലാത്തിക്കുളം എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഡിസൈനർ ജയന് ഞാനിവിടെ ആദ്യമായിട്ട് ബാലി പോയപ്പോൾ ജയൻ ഇത് ബാലി കണ്ടിട്ട് അത് വരുത്തിച്ചിട്ട് കോഴിക്കോട് ജയൻ്റെ ഒരു കായലിലെ സൈഡിലുള്ള ഗസ്റ്റ് ഹൗസിൽ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് ഇതുപോലെ. ഞാൻ അന്ന്, അതായത് എനിക്ക് തോന്നുന്നൊരു 10 വർഷം മുമ്പ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ 4 ലക്ഷം രൂപയ്ക്ക് ഈക്വലായിട്ടുള്ള രൂപയാണ് 2 ബെഡ്റൂം ഇത്തരത്തിലുള്ള തടി കൊണ്ടുള്ള വീടിന് പറഞ്ഞത്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വില കൂടി കാണും, പക്ഷേ നല്ല രസമായിട്ടിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ പക്ഷേ മഴയും അതുപോലെ ഈ പ്രാണി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അധികം ലാസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് ലാസ്റ്റ് ചെയ്യുമായിരിക്കും. എന്തായാലും രസമുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ രാവിലെ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ കല്യാണം കഴിക്കാത്ത 2-3 പേരുണ്ട്. അതിലൊന്ന് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്യാം തന്നെയാണ്. പിന്നെ കല്യാണം കഴിക്കാത്തൊരു യുവാവാണ്, മിടുക്കനാണ്, നല്ല സ്വഭാവ ഗുണമുള്ള പയ്യനാണ്. രാവിലെ കണ്ടോ എന്താ ഒതുങ്ങിയിരുന്ന ആഹാരമൊക്കെ കഴിക്കുന്നു, പിന്നെ നല്ല ജോലിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കല്യാണാലോചന ക്ഷണിക്കുന്നുണ്ട്. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആൽവിൻ എന്നാണ് പേര്, നല്ല പയ്യൻ. നമ്മൾ ഇന്നലെയൊക്കെ നൈറ്റ് ക്ലബ്ബിലൊക്കെ പോയപ്പോഴൊക്കെ നല്ല പെരുമാറ്റവും ഒക്കെയായിരുന്നു, നല്ല ഒരു അലമ്പും ഉണ്ടാക്കിയില്ല, അങ്ങനെയുള്ള പയ്യനാണ്. അപ്പോൾ എവിടെയാണ് സ്ഥലം, എവിടെയായിരുന്നു? അതെ, പനമ്പള്ളിയാറിലാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ ഉള്ള പെൺകുട്ടികൾക്ക് മുൻഗണനയുണ്ട്. അല്ല കോട്ടയം കേട്ടോ, കോട്ടയത്താണ്. കോട്ടയമാണ്, വേണ്ട നോക്കണ്ട, വിട്ടേക്ക്, ഞാൻ തിരിച്ചെടുത്തു. പിന്നെ വേറെ ആരും ഡിസ്ക്ലെയിമർ ഉണ്ട് കേട്ടോ. ഈ യുവാനെ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾക്ക് ബൈജു എന്നവരുടെ ചാനൽ ഉത്തരവാദികളായിരിക്കുന്നതല്ല എന്നോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഓംലെറ്റ് വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വിശന്നുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു തീർത്തു. ഇതാ നല്ല ഗംഭീര ഓംലെറ്റ്. എനിക്ക് തോന്നുന്നു 2-3 മുട്ടയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ചമേ? 2-3 മുട്ടയുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ അഡീഷണൽ സാധനം ഒക്കെ അകത്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു നേരത്തെ ഫുഡാണ്, കറക്റ്റായിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പം ചിയാങ്മായിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ സാമാന്യം നല്ലൊരു ഫോറസ്റ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് മാത്രമല്ല, നല്ല വളവുകളൊക്കെയുള്ള റോഡാണ്. പക്ഷേ നല്ല റോഡ് സൈൻസും അതുപോലെ കിടിലൻ റോഡുമാണ്, നല്ല രസമുണ്ട് വഴി ഓടിക്കാൻ. അതുപോലെ നമ്മൾ ആ മുന്നിലൊക്കെ പോകുന്ന വണ്ടികൾ എത്രത്തോളം കൺട്രോൾഡായിട്ട് ഓടിച്ചു പോകുന്നത് ഇവിടെ കാണാം. ഒരു ബഹളവും ഇല്ല, ഹോണടിയില്ല, വളരെ സൂക്ഷിച്ച് വളമൊക്കെ തിരിച്ച് നമുക്ക് പരിചിതമല്ലാത്ത രീതിയിലുള്ള ഡ്രൈവിംഗാണ് ഇവിടുത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മളിനി ഒന്ന് ഡീസൽ അടിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടുത്തെ രസമൊക്കെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് വയ്ക്കും. അത് അവസാനം നമ്മൾ വണ്ടി ഡീസൽ അടിച്ച് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകും. എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ പലതരം ഡീസലുള്ളതിൽ നമ്മുടെ ഇവിടെ നമ്മളടിക്കുന്നത് ഈ ബ്ലൂ ഡീസൽ ഇതാണ്. ഈ ഒക്ടേൻ ലെവൽ ഒരു വ്യത്യസ്തമായ ഡീസലാണ്. അതാണ് ബ്ലൂ കാണിക്കുന്നത്. ഇത് നമുക്ക് ഡീസലിൻ്റെ വിലയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ അടിച്ചു തുടങ്ങിയല്ലേ. വില എന്ന് പറയുന്നത് 33.60 33 ബാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 66 ഏതാണ്ട് 70-72 രൂപയോളമാണ് ഇപ്പോൾ ഇവിടുത്തെ ഡീസലിൻ്റെ വില എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തേക്കാളും കുറവാണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇവർ അത്രയൊന്നും കൺസപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ഒരു വിലയ്ക്കൊക്കെ വിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ പമ്പുകളിലും കൊള്ളാവുന്ന എല്ലാ പമ്പിലും ഇതുപോലെ ഒരു കഫേ ആമസോൺ ഉണ്ടാവും, വേറെ 2-3 ഷോപ്പ് ഉണ്ടാകും. 7-Eleven എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, 7-Eleven ഉണ്ടാകും. അങ്ങനെ നമുക്കൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. നല്ല വാഷ്റൂം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്കാണ് അടിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ടോപ്പപ്പ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഹാഫ് ടാങ്ക് ആകും മിക്ക ദിവസവും. അപ്പോൾ നമ്മളൊന്ന് ടോപ്പപ്പ് ചെയ്യും. എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് ഹോളിഡേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ എക്സ്ട്രാ ഒരു ചിലവെന്ന് പറയുന്നത് അവനവൻ്റെ വണ്ടിയുടെ ഡീസൽ അവനവൻ അടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ വിലയുള്ളൂ എന്ന് കണ്ടല്ലോ. തന്നെയുമല്ല ഗംഭീര ഹൈവേ ഒക്കെ ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 12 മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ മോശമല്ല. നമുക്കങ്ങനെ വലിയ എക്സ്പെൻസീവ് അല്ല ഇവിടുത്തെ ഡ്രൈവ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്നാലും ഇപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിനി ഈ ബോർഡ് എടുത്തുകൊണ്ട് പോകും. അതെന്ത് സംവിധാനമാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് ഞാൻ ഈ രാജ്യത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാ വണ്ടികളും ടോപ്പപ്പ് ചെയ്യണം. അവിടെ എല്ലാം ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിത് ദോയ് ഇന്റർനാഷണൽ നാഷണൽ പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് നല്ല രസമുള്ള 2 ശില്പങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ ദ്വാരപാലകർ എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് അതേ രൂപം. നമ്മുടെ അവിടെയൊക്കെ സിംഹത്തിനല്ല വയ്ക്കുന്നത്. അതിൻ്റെ ഒരു തായ് രൂപം എന്ന് പറയാവുന്ന സംഭവമാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ വലിയ വഴികളൊക്കെ വിട്ടിട്ട് ചെറിയ വഴി കൂടി വഴി തെറ്റി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിയേണ്ട സ്ഥലം നമ്മൾ കണ്ടില്ല. അപ്പോൾ അടുത്തൊരു ലെഫ്റ്റ് എടുത്തിട്ട് പോവുകയാണ്. നമ്മൾ 2 മണിക്കാണ് നാഷണൽ പാർക്കിൽ എത്തുമെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 12:30 പക്ഷേ ഇങ്ങനെയുള്ള വഴി കൂടെ പോകാൻ രസമാണ്. ശരിക്കും ഗ്രാമങ്ങളും വീടുകളൊക്കെ കണ്ടിങ്ങനെ പോകാം. നമ്മൾ ദോയ് ഇന്റർനാഷണൽ നാഷണൽ പാർക്കിലേക്കുള്ള മെയിൻ റോഡിലേക്ക് തിരിഞ്ഞു. നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ വഴിതെറ്റിപ്പോയതുകൊണ്ട് ലേറ്റ് ആയത്. അവരൊക്കെ മുന്നിൽ എത്തിക്കാണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് മനോഹരമായ വഴിയാണ്. വെറും 47 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക്. ഇനി അപ്പോൾ നമ്മളിതാ ദോയ് ഇന്റർനാഷണൽ നാഷണൽ പാർക്കിൻ്റെ കവാടം കിടക്കുകയാണ്. Check ticket at second checkpoint.
നാഷണൽ പാർക്കിൽ പോകുമ്പോഴത്തേക്കും അതിമനോഹരമായ ചെടികൾ, പൂക്കൾ, കായ്കൾ എല്ലാം കാണുന്നുണ്ട്. പല സ്ഥലത്തും നമ്മുടെ കേരളത്തിലെ കാടുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും കേരളമല്ലാന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ നല്ല റോഡും ഈ നല്ല റോഡ് സൈനും സൈഡിലെ ഫെൻസിങ്ങും ഒക്കെ കാണുമ്പോഴാണ്. ഞാനിവിടെ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് തായ്ലൻഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. സാധാരണ ഇതിൽ നമുക്കൊരു രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരെ നമ്മൾ മല കയറി പോകാൻ പറ്റുമെന്നല്ലാതെ വണ്ടി ഓടിച്ചെത്താൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉയരം കൂടിയ സ്ഥലം വരെ വണ്ടി എത്തുന്നുള്ളതാണ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ഇൻ തായ്ലൻഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ മുന്നിൽ നമുക്ക് വണ്ടിയിട്ട് പടമൊക്കെ എടുക്കാം. അത് മറ്റൊരു രാജ്യത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ആനമുടിയാണല്ലോ നമ്മുടെ ഹയസ്റ്റ് പീക്ക്. അതിൻ്റെ മുകളിലേക്ക് നടന്നാനേ കയറാൻ വയ്യാത്ത അവസ്ഥയായി, അത്രയ്ക്ക് ഹൈറ്റാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ വരെ വണ്ടിയിലെത്താം. അപ്പോൾ നമ്മൾ ഡോ ഇന്ധനം ഇനി എത്താൻ 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന കൃഷി ഭൂമികളൊക്കെയാണ് സ്വിറ്റ്സർലൻഡിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. രസമായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, രാജാവ് രാജ്ഞിക്കും വേണ്ടി നിർമ്മിച്ചു കൊടുത്ത 2 അമ്പലങ്ങൾ കണ്ടോ, അതാണ് ആ ഗാർഡൻ. ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് പറഞ്ഞില്ല, നിങ്ങൾ തായ്ലൻഡ് എന്ന് പറഞ്ഞ് വരുമ്പോൾ സാധാരണഗതിയിൽ ബാങ്കോക്കും പട്ടയം കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കണ്ടോ, ഇത്രയും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ തായ്ലൻഡിൽ അതുപോലെ ചെറിയ ലൊക്കേഷൻസ് മാത്രം പോകുന്നതിൽ ഒരിക്കലും കാണില്ല. കണ്ടോ എന്തൊരു സുന്ദരമായ സ്ഥലമാണെന്ന് നോക്കിയേ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മലയുടെ മുകളിൽ മിസ്റ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇതാണ് ഡോയ് ഇന്ധനം നാഷണൽ പാർക്കിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി ആണ് ഇവിടെ നിർത്തിയത്. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ റെസ്റ്റോറൻറ്റും അറിയാമായിരുന്നു. അപ്പോൾ ഞാനാണ് സജസ്റ്റ് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള മറ്റാരും എത്തിയിട്ടില്ല, നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ രാജാവിൻ്റെ രാജ്ഞിയുടെയും എന്താ പറയുക അവരോടുള്ള ഒരു ആദരസൂചകമായിട്ട് ജനങ്ങൾ നിർമ്മിച്ചു കൊടുത്ത 2 പഗോഡകളുണ്ട്. അതുകൂടാതെ ഹയസ്റ്റ് പോയിൻറ്റും. ഇത് രണ്ടുമാണ് ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, തായ്ലൻഡ് അവസാനിക്കുകയാണെന്ന് പറയാം. കാരണം അത് പീക്കിലെത്തും നമ്മൾ. ഇവിടെ നല്ല കൂൾ കാലാവസ്ഥ. എനിക്കതൊരു 20 കാണുള്ളൂ അല്ലേ വിനാശേ? ഒരു 20 ഡിഗ്രിയൊക്കെ കാണുള്ളൂ. ഈ ഒരു വെയിലുമില്ല, ഒന്നുമില്ല, നട്ടുച്ചയ്ക്കാണ്. 1:30 കൂളായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. അത്രയും മനോഹരമായ ക്ലൈമറ്റാണ്. പിന്നെ നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ വൃത്തിയാണ്. ഒരു കടലാസ് കഷ്ണം കണ്ടുപിടിക്കുന്നവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കാം. ഒരു തരത്തിലുള്ള എന്താ പറയുക മാലിന്യങ്ങളുമില്ല. ഒരു കാടൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റുകാർ നമ്മളോട് ശത്രുക്കളെ പോലെ പെരുമാറും. നമ്മളവിടെ കയറ്റുക പോലില്ല. ഇവിടെ എല്ലാവരെയും കയറാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇവിടെ മാലിന്യങ്ങളൊന്നും ഇടാതെ ജനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വന്നിട്ട് നമുക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ഹയസ്റ്റ് പീക്കിലേക്ക് പോകാം. അതുവരെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണുക. എവിടെ നോക്കിയാലും രാജാവ് ഉണ്ടാകും. ഇതാണ് പുതിയ രാജാവ്, അതായത് പഴയ രാജാവിൻ്റെ മകൻ, രാജാവിൻ്റെ മകൻ എന്ന് പറയുന്നതാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവ്. അവരോടുള്ള സ്നേഹവും നമ്മൾ കാണണം. അവിടെ കണ്ടില്ലേ, എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് അങ്ങനെ നോക്കിയാൽ. അത് കണ്ടോ, നിങ്ങൾക്കെല്ലാവരും വളരെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. തകർപ്പൻ 2 വീലേഴ്സ്, നല്ല ഗംഭീര സാധനങ്ങൾ, ഹോണ്ട, ഹാർലി, പിന്നെ ഇതേതായിരുന്നു NX, ഹോണ്ട തന്നെ, ഹോണ്ട, സുസുക്കി എല്ലാം വരുന്നുണ്ട്. സൗണ്ടല്ലേ, ഒന്ന് മാറിയുന്നു വെച്ചോട്ടെ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തെ നമ്മൾ പതിപോലെ സീഫുഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ വിത്ത് ഗാർലിക് ആൻഡ് പെപ്പർ. ഇതൊരു കിഡിലം മീൻ മൊത്തത്തിൽ വറുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഓർഡർ ചെയ്ത ആളെ കാണാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ സൈഡിൽ നിന്ന് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ പെട്ടെന്ന് വന്നില്ലേ ഞങ്ങൾ കഴിച്ചു തീർക്കും. കൊള്ളാണോ? ഫിഷ് അടിപൊളി. മുള്ളു മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ നന്നായിട്ട് ഡൗൺ ആയി. കണ്ടോ, 18.3 ആയി. കാട്, മഞ്ഞ്, തണുപ്പ് എല്ലാം കൂടെ അതിസുന്ദരമായ ഒരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ.
18.3 ഇപ്പോൾ. നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റിൽ തന്നെ എല്ലാ ബൈക്കേഴ്സും ഉണ്ട്. എല്ലാവരും അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞൊരു ഹരമായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ബൈക്കേഴ്സിനെ കഷ്ടപ്പെടുത്തുന്ന റോഡുകളും ട്രാഫിക് സെൻസും ഒന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശാപ്പാടൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി തായ്ലൻഡിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എത്താറാകുമ്പോൾ ഇനി ഒരു 10 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാ മിസ്റ്റ്, ചെറിയ മഴയുണ്ടായിരുന്നതുകൊണ്ട് മിസ്റ്റ് പെട്ടെന്ന് അങ്ങ് വ്യാപിച്ചു. ഇനി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ വരുമ്പോൾ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലുള്ള മിസ്റ്റായിരുന്നു ഏറ്റവും മുകളിൽ. ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് ഏകദേശം ആ അവസ്ഥയാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനി 10 കിലോമീറ്റർ കൂടി പോകണം. റിവർ ഓഫ് വൈൽഡ് ലൈഫ് ക്രോസിങ്. നല്ല മിസ്റ്റായി. അങ്ങനെ മിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുള്ള ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. മുൻഭാഗത്ത് നല്ല മിസ്റ്റെത്തി. നമ്മളിനി 8 കിലോമീറ്റർ കൂടെ ഉള്ളൂ ടോപ്പ് പോയിന്റിലേക്ക്. ഇപ്പോൾ നമ്മൾ 2157 മീറ്റേഴ്സ് എബോവ് സീ ലെവലാണ്. ഇനി എത്ര നേരമുണ്ട്? നമ്മൾ കാണിക്കുന്ന 6 മിനിറ്റ്സ്. 6 മിനിറ്റ്സിൽ നമ്മൾ തായ്ലൻഡിൻ്റെ മുനമ്പിൽ അറ്റത്ത് ഉയരത്തിൽ എത്തും. ഇപ്പോൾ ഒന്നും കാണാൻ വയ്യ കേട്ടോ. ഞാൻ വെറുതെ അങ്ങ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ റോഡും റോഡ് സൈനും ഒക്കെ കൊള്ളാവുന്നതുകൊണ്ട് നമ്മൾ പോകുന്നു. നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പോൾ എതിരെ വണ്ടി വരികയോ ഓവർടേക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇടിയും കഴിഞ്ഞ് പോയാണ്. അല്ല, ഞാൻ ഫോഗിലാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തായ്ലൻഡിൻ്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി തായ്ലൻഡിൽ കയറ്റമില്ല. അവസാന സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല മിസ്റ്റ്, അടിപൊളി. അതായത് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കാറ്റടിച്ച് വരിക. അടിപൊളി കേട്ടോ. നമുക്കപ്പോൾ ഇനി ഹയസ്റ്റ് പോയിന്റും തായ്ലൻഡ് എഴുതിയ ആ ഒരു ബോർഡൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഇനിയിപ്പം തണുപ്പ് നുണ പറയുന്നതെന്ന് വിചാരിക്കരുത്. എഴുതി വെച്ചിരിക്കുന്നു 11 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുണ്ട്. 13 ആയിരുന്നത് ഇപ്പോൾ 11 വീണ്ടും ഡ്രോപ്പായി. നല്ല തണുപ്പുണ്ട് കേട്ടോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു തണുപ്പിനെ കുറിച്ച്? ഈ തണുപ്പ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ തണുപ്പിൻ്റെ ആളാണ്. അതുകൊണ്ട് എനിക്ക് തണുപ്പ് വളരെ ഇഷ്ടമാണ്. ഇതുപോലെയുള്ള തണുപ്പുകൾ കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ ആശംസിക്കുകയാണ്.
അപ്പോൾ നമ്മളിത് ചിയാങ് മായ് സിറ്റിയിലേക്ക് എത്തുകയാണ്. ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് ഇനി 2.3 കിലോമീറ്ററേ ഉള്ളൂ, 11 മിനിറ്റ്. സാമാന്യം നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് ഹോട്ടലെത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് എല്ലാവരും കൂടി ഒരു മലയാളി ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന പറഞ്ഞല്ലേ വിഘ്നേഷേ? ഏത് മലയാളിയാണെന്നുള്ള ചെന്നാലും നമുക്ക് അറിയുള്ളൂ. ചിയാങ് മായിൽ മലയാളി ഹോട്ടലുണ്ട് എന്നുള്ളതും എനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും എന്താണെന്ന് നോക്കാം. അപ്പം ഹോട്ടലിലേക്ക് നമ്മൾ ഐബിസിലാണ് താമസിക്കുന്നത്, അതിലേക്ക് എത്താൻ പോവുകയാണ്. എന്തായാലും ഈ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് വണ്ടികളൊന്നും നിർമ്മിക്കുന്നത് മിത്സുബിഷിയാണെന്ന് ഉറപ്പ്. അതേ നോക്കി, മിത്സുബിഷിയുടെ ഒരു സെഡാൻ ഇടിച്ച് അകത്ത് കയറി എന്നിട്ടും അത് താഴെ വീണിട്ടില്ല എന്നുള്ളതാണ് സ്റ്റൈലായിട്ടാണ്. രസമായിട്ടുണ്ട്. ഇടിച്ചു, നല്ല ഇടിയായിരുന്നു. പക്ഷെ വേറെ ഒരു സ്ഥലത്തും ഒരു പ്രശ്നവും സംഭവിച്ചില്ല. അതൊന്നും താഴെ പോയിട്ട് പോലും ഇല്ല. ക്ലീനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ചിയാങ് മായിലെ ഐബിസ് സ്റ്റൈൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഇവിടെ നമ്മളെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ നമ്മുടെ ജപ്പാൻ അല്ലേ വീഡിയോയിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ജപ്പാൻ, കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ അമേരിക്ക, പിന്നെ US, പിന്നെ ജപ്പാൻ, കൊറിയ, അങ്ങനെ പല വീഡിയോയിലും സ്റ്റാൻലി പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്റ്റാൻലി US-ലാണ് ബേസ്ഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മുഖം. അപ്പോൾ 4 ദിവസം വൈകിയാണെങ്കിൽ നമ്മോടൊപ്പം ചേരാൻ വേണ്ടി ഇപ്പം സ്റ്റാൻലി അമേരിക്കയിൽ നിന്നും പറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റാൻലി നമ്മളോട് കാണും. അപ്പോൾ നമ്മൾ പൊളിക്കല്ലേ? ഞങ്ങളുടെ 4 ദിവസം പൊളി കഴിഞ്ഞു. ഇനിയുള്ള 5-6 ദിവസം നിങ്ങൾ പൊളിക്കാം. പോരെ? ഓക്കെ. അപ്പോൾ ചിയാങ് മായിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. എന്താ എൻ്റെ പേര് പാൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നാണ്. നമ്മുടെ കോഴിക്കോട് കുണ്ടൂപ്പറമ്പിലെ ജയകൃഷ്ണൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ സത്യത്തിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് 4-5 ദിവസം ആയുള്ളെങ്കിലും കേരള ഫുഡ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചപ്പോഴാണ്. അതെ, കണ്ടില്ലേ? നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ, നല്ല തകർപ്പൻ പൊറോട്ട, സാമ്പാർ, പിന്നെ നല്ല ചിക്കൻ കറി, അവിയൽ, എല്ലാവരും കഴിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ്. ഒന്ന് അടുക്കള കാണാം. അടുക്കള 3 മലയാളി ഷെഫുമാരുണ്ട്. എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഉൾഭാഗം. ഇതിനകത്ത് ഇന്ത്യക്കാർ വളരെ കുറവ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അധികം ഫോറിനേഴ്സൊക്കെയാണുള്ളത്. ഇതാണ് നമ്മുടെ അടുക്കള. ഭയങ്കര ബിസി ടൈമാണ് അല്ലേ? ഏറ്റവും ബിസി ടൈമാണ്. എല്ലാവരും നമസ്കാരം. അപ്പോൾ ഇതിനകത്ത് 3 മലയാളികളുണ്ട്. ഇതിനകത്ത് ഒന്ന് വാസിൻ, പത്തനംതിട്ട, ജംഷാദ്, വയനാട്. ഒരാളുണ്ടല്ലോ ഇല്ലേ? ഒരാൾ വന്നിട്ടില്ല. കൂടുതൽ അതർ കൺട്രിയിൽ നിന്നൊക്കെ വരുന്ന ഫോറിനേഴ്സാണ് കൂടുതൽ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ പറഞ്ഞ സ്പൈസി ഫുഡ് ഒട്ടും പറ്റില്ല അവർക്ക്? അപ്പോൾ അങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? അത് കസ്റ്റമർ ഡിസിഷൻ അനുസരിച്ചാണ് നമ്മൾ ചോദിക്കുക. ആദ്യം തന്നെ മോസ്റ്റ്ലി സ്പൈസി അല്ലാത്ത ഫുഡാണ് കൊടുക്കാറ്. പിന്നെ കേരള കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അറിയാലോ, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ചെയ്തോളൂ. ഉഗ്രം ബീഫായിരുന്നല്ലോ. ഉഗ്രം ബീഫും നല്ല പൊറോട്ടയും. അപ്പം പൊതുവേ ഈ കേരള ഫുഡ് എന്നൊരു കോൺസെപ്റ്റ് അല്ല ഇവിടെ അല്ലേ? പാൻ ഇന്ത്യ അങ്ങനെ ടോട്ടലായിട്ട് ഇന്ത്യയിൽ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ ഫുഡും നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻസ് അധികം കഴിക്കുന്നത് പതിവ് പോലെ അവരുടെ റൊട്ടി, തന്തൂരി ചിക്കന്, ബട്ടർ നാൻ, പിന്നെ ചിക്കൻ തിക്ക മസാല, പിന്നെ ബട്ടർ ചിക്കൻ, ചിക്കൻ തിക്ക, അതൊക്കെ നല്ല ഒരുപാട് ഓർഡർ പോകുന്നതാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ എന്താ കഴിക്കാറുള്ളത്? ഫോറിനേഴ്സ് മാക്സിമം അവർക്ക് ബട്ടർ ചിക്കൻ നല്ല ഇഷ്ടമാണ്. മാക്സിമം ഇന്ത്യൻ ഫുഡുകളൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമറാണ് കൂടുതലും ഇവിടെ. അപ്പോൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാനുള്ള ഒരു എക്സ്പീരിയൻസിന് വരുന്ന കൂടുതലും കസ്റ്റമർ മാക്സിമം ബട്ടർ ചിക്കന്, പിന്നെ ബിരിയാണി ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പൊറോട്ടയൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? പൊറോട്ട എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് ലൈവായിട്ട് നമ്മൾ ചെയ്തു തന്നു സാറിന്. എല്ലാം ലൈവാണ്. ഫുഡെല്ലാം ലൈവായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ട് ലൈവായിട്ട്. മൊത്തം തായ്ലൻഡ് ഇഷ്ടപ്പെട്ടോ? ജീവിതം ഇഷ്ടപ്പെട്ടു. വന്ന് ഒരു 1.5 മാസം ആവുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ശാന്തസുന്ദരമായ ഒരു രാജ്യം അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നടക്കട്ടെ, നിങ്ങളുടെ ജോലി തടസ്സപ്പെടുന്നില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ഇനിയും വരും കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ ഭയങ്കര ബിസിനസ് ടൈം കേട്ടോ. നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. ഹായ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ ചിയാങ് മായിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ അതിനു മുമ്പ് നമ്മളിങ്ങനെ ഒന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ കണ്ടു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിയാങ് മായ് വരികയാണെങ്കിൽ ഒട്ടും മടിക്കണ്ട. പാൻ ഇന്ത്യ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ കേരള ഫുഡ് മാത്രമല്ല, പാൻ ഇന്ത്യ എല്ലാ ഫുഡും ഉണ്ട്. തകർപ്പൻ ഫുഡ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, കമോൺ.